Hi all, Adhis trip diary-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ഈവനിങ് സമയമാണ്. സാധാരണ ഞങ്ങൾ വ്ലോഗ് എടുക്കാനായിട്ട് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഈവനിങ്ങിലാണ്. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സ്ഥലവും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കണ്ടശാങ്കടവിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് അവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. കണ്ടശാങ്കടവ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അവിടെ ഒരു പുഴ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ആ കണ്ടശാങ്കടവിൽ ഇപ്പൊ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. പിന്നെ അത് മാത്രല്ല അവിടെ കയാക്കിങ്, പിന്നെ പാർക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടശാങ്കടവില് നമ്മൾ തൃശ്ശൂരിൽ തന്നെ വള്ളം കളി നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ള വള്ളം കളി നടക്കലുണ്ടെങ്കിലും തൃശ്ശൂരിലും ഒരു വള്ളം കളി നടക്കാറുണ്ട്. അത് ഈ കണ്ടശാങ്കടവിലാണ്. ഓണത്തിനൊക്കെയാണ് അവിടെ വള്ളം കളി ഉണ്ടാവാറ്. ഒരു 10 ദിവസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന വള്ളം കളിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. തൃശ്ശൂർക്കാർക്ക് ഒരുവിധമൊക്കെ അറിയാമായിരിക്കും. അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കണ്ടശാങ്കടവ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 to 20 കിലോമീറ്റർ ആണ് ഉള്ളത്. അതായത് ഒരുപാട് ദൂരെയല്ല. അപ്പൊ ആർക്കും എപ്പോഴും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് പടിഞ്ഞാറേക്കോട്ട് വന്നിട്ട് അവിടുന്ന് നേരെ ഒളരി, ആ ഒളരിയിൽ നിന്ന് കാഞ്ഞാണി പാടത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാടൊന്നും ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മളിതാ പോകുന്ന വഴിയാണ്. ഇപ്പൊ ഞങ്ങള് കാഞ്ഞാണി പാടത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പുള്ളിന്റെ അതേ ഒരു സെറ്റപ്പ് ആട്ടോ ഇവിടെ. കാഞ്ഞാണി പാടത്തിന്റെ ഇവിടെ കാഞ്ഞാണി ജംഗ്ഷൻ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പാലം കയറുന്നതിൻ്റെ താഴെയായിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കണ്ടശാങ്കടവിലേക്ക് എത്തുന്നത്. അപ്പം ഞങ്ങളിപ്പം കണ്ടശാങ്കടവിലേക്ക് എത്തിയിട്ടുണ്ട്. ഈവനിങ്ങിലെ കണ്ടശാങ്കടവിലെ കാഴ്ചകളാണിത്. ഇവിടെ എന്തിൻ്റെയൊക്കെയോ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അത്യാവശ്യം ആൾക്കാരൊക്കെ പല ഭാഗത്തായിട്ട് കാണാനും ഉണ്ട്. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ചുറ്റിലേക്കുള്ള ഒരു കാഴ്ചയാണ്. അങ്ങോട്ടേക്ക് പോയിട്ടില്ല. നമ്മളിവിടെ ജസ്റ്റ് വണ്ടി നിർത്തി ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പം കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പാലമുണ്ട് കേട്ടോ. ഈ പാലത്തിനോട് ചേർന്നിട്ടാണ് ഈ കടവുള്ളത്. നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇവിടേക്ക് കയറുമ്പോഴാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറച്ച് പന്തൽ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് വള്ളംകളിയുടെ പന്തൽ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് തന്നെ പന്തലിൻ്റെ പണികളൊക്കെ നടക്കുന്നത് കാണാൻ പറ്റും. ഇതിലെ ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം നമുക്ക് പാർക്കിലേക്കായാലും ബോട്ടിങ്ങിനായാലും ഒക്കെ പോകേണ്ടത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം. നമ്മൾ റോഡിൽ നിന്ന് കയറി വന്നിട്ട് ലെഫ്റ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഉള്ളത് ഗാലറിയാണ്. വള്ളംകളി നടക്കുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗാലറിയാണിത്. ഇവിടെ ഇരുന്ന് സുഖമായിട്ട് നമ്മുടെ വള്ളംകളി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗാലറിയിലേക്കുള്ള വഴി. ഗാലറിയിലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇരുന്ന് പല പല കാഴ്ചകൾ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇവിടെ എല്ലാ വാളിലും നല്ല നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്. ഓരോരോ പെയിൻറ്റിങ്സും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് നമ്മുടെ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓരോരോ വള്ളങ്ങളുടെ ടെസ്റ്റ് ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഉത്സവാഘോഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റേജൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബോട്ടിംഗ് നടക്കുന്നുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് തൊട്ടടുത്തുണ്ട്. എന്താ പറയുക, ഈ ഒരു സമയത്ത് ഇവിടെ എല്ലാവരും വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണിത്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇവിടെ ഓരോരോ ദിവസവും ഓരോരോ ആഘോഷങ്ങളായിരിക്കും. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഈ വള്ളം കളിയോട് സംബന്ധിച്ച് ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഒരുപാട് ട്രയലുകൾ, വള്ളം കളിയുടെ ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് എപ്പോഴും പോകുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടശാങ്കടവ് ജലോത്സവം 2022, അതായത് ഈ വർഷത്തെ ജലോത്സവത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലേഡീസിൻ്റെ വള്ളം കളിയാണ്. 2 ടീമാണ് ലേഡീസിന് ഈ പ്രാവശ്യം ഉള്ളത്. ഓഗസ്റ്റ് 30 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ ഉള്ളത്. ഓരോരോ ദിവസവും വ്യത്യസ്തമായ ഓരോരോ കലാപരിപാടികളുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള നോട്ടീസ് ഞാൻ ഇവിടെ ചേർക്കാം. 1976 ജലവാഹിനി ബോട്ട് ക്ലബ്ബ് ഒരു 18 പേര് കൂടി രൂപം കൊണ്ടു.
അന്ന് ഞങ്ങൾ അത് ഒരു കാരുണ്യ പ്രവർത്തനവും കൂടി ആയിരുന്നു ആ വള്ളംകളി തുടങ്ങുമ്പോൾ. അന്നൊരു 3 വള്ളം കൊണ്ടുവന്ന് വന്ന് ഈ കുമ്പളങ്ങി, ചെല്ലാനം ഇങ്ങനെയുള്ള ചേർത്തലിനൊക്കെയുള്ള 3 വള്ളം കൊണ്ടുവന്നായിരുന്നു ആരംഭം. അങ്ങനെ പിന്നത്തെ കൊല്ലം അത് 6 വള്ളമായി പുരോഗമിച്ച് വന്നു. അങ്ങനെ പുരോഗമിച്ച് വന്നു 80, 81, 82 കാലഘട്ടത്തിൽ 8 ചുണ്ടൻ വള്ളം വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. 8 ചുണ്ടൻ വള്ളം വന്ന് പങ്കെടുത്തു. മണലൂർ പഞ്ചായത്തും പണാൽപ്പുഴ പഞ്ചായത്തിൻ്റെ പിന്നെ അന്തിക്കാട് ബ്ലോക്കും തളിക്കുളം ബ്ലോക്കും അവരെ സമൂഹത്തിലാണ് ഇപ്പോൾ ഈ വള്ളംകളി നടക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഒരു 3 ചുണ്ടൻ വള്ളമാണ് ഇവിടെ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 3 എണ്ണം എന്തായാലും വരുന്നുള്ള ഉറപ്പ് ഉണ്ട്. അപ്പോൾ അത്തം തൊട്ട് കൊടിയേറും. അത്തത്തിൻ്റെ അന്ന് കൊടിയേറി കഴിഞ്ഞാൽ 10 ദിവസത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ അതിൽ കലാപരിപാടികളുണ്ട്. പിന്നെ ഇവിടെ പുതിയതായി ഇപ്പോൾ കുറച്ച് വനിതകൾ 82 കഴിഞ്ഞിട്ട് പിന്നെ വെള്ളങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഒരു വള്ളംകളി ഉണ്ട്. പിന്നെ ഒരു 20-22 വള്ളങ്ങൾ ഉണ്ടാവും. കൊച്ചു വള്ളങ്ങൾ, അതായത് ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഉണ്ടാവും. ഒരു 22 അവർ പറഞ്ഞിട്ടുള്ളത്. ആ 3 ചുണ്ടനും ഉണ്ടാവും. ഇനി കലാപരിപാടികളുണ്ടാവും 10 ദിവസം. അങ്ങനെ 9-ആം തീയതി കലോത്സവത്തോടു കൂടി നമ്മൾ ഇവിടെ സമാപനം കുറിക്കും. കടവിൽ വള്ളംകളിയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരിങ്ങനെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. അതിനുശേഷം ഓരോ സ്ഥലത്ത് നിന്നും റെസ്റ്റ് എടുക്കുന്നതൊക്കെയായിട്ട് ഓരോരോ ടീമുകളെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ബോട്ടിംഗ് നടക്കുന്നുണ്ട്. അതായത് കയാക്കിംഗ് ആവട്ടെ, അല്ലാത്ത സ്പീഡ് ബോട്ട് ആവട്ടെ, പെഡസ്റ്റൽ ബോട്ട് ആവട്ടെ, പലതരം ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ ക്യൂ നിൽക്കുകയാണ് ഇത് കയറാനായിട്ട്. അത്യാവശ്യം ആൾക്കാർ ബോട്ടിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. ഞങ്ങളിപ്പം കാണുന്നതിലും കയറിയിട്ടില്ല. എന്തായാലും ഇവിടെ ബോട്ടിങ്ങിന് ഞങ്ങൾ കയറുന്നതായിരിക്കും. കാണുമ്പോൾ തന്നെ അതൊരു നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, അല്ലാതെ സ്വയം ചവിട്ടാൻ തയ്യാറാണെങ്കിൽ പെഡസ്റ്റൽ ബോട്ടുകളുണ്ട്. പിന്നെ അതുപോലെ കയാക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കയാക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ബോട്ടിംഗ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പം ബോട്ടിൽ കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബോട്ടിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പം ഫ്രണ്ടിലേക്കുള്ള ഒരു കാഴ്ചയാണത്. പാർക്കും പിന്നെ ബോട്ടിലേക്ക് കയറുന്ന സ്ഥലമൊക്കെ നമുക്ക് ഒന്ന് കാണാൻ പറ്റും. നല്ല ഷോർട്ടായിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ കണ്ടൽക്കാടുകൾ 1-2 സ്ഥലത്തായിട്ട് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അറിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഇതിവിടെ വെച്ച് പിടിപ്പിച്ചതാണ്. കുറേ കാലങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിനി സ്പ്രെഡായി വരുമ്പോഴാണ് എന്താ പറയുക നല്ലൊരു കാടായിട്ട് ആ ഒരു ഭംഗി കൂടുതലായിട്ട് കിട്ടുക. ഇപ്പോൾ ശരിക്കും ഷോർട്ടായിട്ടുള്ള ചെറിയ ചെറിയ കണ്ടൽക്കാടുകൾ കാണാൻ പറ്റും. ബോട്ടിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ ബോട്ടിംഗ് ചെയ്യാൻ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ തൃശ്ശൂർ ടൗണിനടുത്ത് തന്നെ ഇത്രയും നല്ലൊരു സൗകര്യം ഉള്ളപ്പോൾ വേറെ എവിടെയാണ് പോകേണ്ട ആവശ്യം? ഇവിടെ ആണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് അത്യാവശ്യം നല്ല സ്പീഡിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടുത്തെ ബോട്ടിങ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് നേരെ കടവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യത്തിലധികം ആൾക്കാരായിട്ടുണ്ട്. ഇവിടെ കടവിനോട് ചേർന്നിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കാണിത്. ചിൽഡ്രൻസ് പാർക്കിൽ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ
ഇവിടെ ബോട്ടിങ് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെയായിട്ട് പാർക്കിൽ കളിക്കാനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പാർക്കിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഈ പാർക്കിൽ പിള്ളേർ കളിക്കുമ്പോൾ അവർക്ക് ഈ കായലിൻ്റെ കാഴ്ചകളും ഭംഗികളും കണ്ടിട്ട് ഇവിടുന്ന് കളിക്കാവുന്ന ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു പാർക്ക് കൂടിയാണ് ഇവിടെ ഉള്ളത്. വള്ളംകളിയുടെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കടകളും കാര്യങ്ങളും കാണാൻ പറ്റും. വലിയ രീതിയിലുള്ള അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പാർക്കൊക്കെ ഇവിടെ ഉണ്ട്. ആ പാർക്കിൽ എല്ലാവർക്കും വന്ന് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു ഫെൻസ് ഇവിടെ കെട്ടിയത് കാണാൻ പറ്റും. ഇത് മരത്തിൻ്റെ തന്നെ ഒരു ഫെൻസാണ്. അപ്പം എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷനായി എന്ന നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ പാർക്കിൽ ഒരു വലിയ മരമുണ്ട്. ആ മരവും ഈ പാർക്കിന് ഒരു നല്ലൊരു അട്രാക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു സന്ധ്യാസമയത്ത് ഈ മരം, ഈ ഒരു പാർക്ക്, ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാനുള്ളത്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നിട്ട് അത്യാവശ്യം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സന്ധ്യാസമയമാണ്. ഈ ഒരു സന്ധ്യാസമയത്തും ഇവിടെ ബോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ ഇപ്പോഴും വന്ന് ബോട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടശാങ്കടവിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓണക്കാലത്ത് വരുന്ന തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ഉത്സവ പ്രതീതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം നമ്മുടെ വള്ളംകളി നടക്കുന്നതുകൊണ്ട് എപ്പോഴും ഇവിടെ ഓരോരോ ആഘോഷങ്ങളാണ്. അല്ലാതെയും വരുന്ന സമയത്ത് ബോട്ടിംഗ് ആയാലും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുന്നത് അതൊരു വേറെ അനുഭവം തന്നെയായിരിക്കും. എവിടെ പോയാലും ഫുഡാണല്ലോ മെയിൻ. ഇവിടെ ഒരു ഫേമസ് തട്ടുകടയുണ്ട്. ഈ തട്ടുകട കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാരണ പോലെയല്ല, നല്ല എന്താ പറയുക, മഞ്ഞ കളറിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അതിൽ കുറേ പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു തട്ടുകടയാണ് ഇവിടെ ഉള്ളത്. ഈ ഗാലറിയുടെ തൊട്ടു പുറകെയായിട്ട് അതിനോട് ചേർന്നിട്ട് ഉള്ളൊരു തട്ടുകടയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട 1-2 വിഭവങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ അതിൽ ഞണ്ടുണ്ട്, കൂന്തലുണ്ട്, പിന്നെ ഹസ്ബൻഡിന് കഴിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇവിടെ തട്ടുകടയുടെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ചെയർസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചേർന്നിട്ട് ടേബിളിൽ നമുക്കിരിക്കാം. അല്ലെങ്കിൽ പുറത്ത് ഓപ്പൺ ഏരിയയിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഫുഡുകളൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചപ്പാത്തി, പത്തിരി, ഞണ്ട്, കൂന്തൽ, പിന്നെ കാട, കപ്പ, ഇത്ര ഐറ്റംസാണ് പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരിലെ തട്ടുകടകളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ കപ്പ പല ഐറ്റംസായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തരും. കപ്പ ബീഫായിട്ടാവട്ടെ, ഞണ്ടായിട്ടാവട്ടെ, കൂന്തളായിട്ടാവട്ടെ, നമ്മൾ ഈ പറയുന്ന ഏതൊരു ഐറ്റമായിട്ടും അവർ ഈ കപ്പേനെ മിക്സ് ചെയ്ത് തരും. പക്ഷേ ഇവിടുത്തെ തട്ടുകടയിൽ എന്താണെന്ന് വെച്ചാൽ ഈ കപ്പയ്ക്ക് പകരമായിട്ട് ഇവിടെ കൂർക്കയും കിട്ടും. അപ്പം നമുക്ക് ഏതൊരു ഐറ്റം എടുക്കുന്നത് ഈ കൂർക്കയായിട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. മിക്സ് ചെയ്യാതെ കഴിക്കാനാണെങ്കിൽ ഇവിടെ അങ്ങനെയും കിട്ടും. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഫുഡ് വാങ്ങിയിട്ട് പുഴയുടെ തീരത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇത്രയും തിരക്കിന് കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഓരോ ഐറ്റത്തിൻ്റെയും ഒരു ഫ്രഷ്നെസ് ആണ്. ഇപ്പോൾ കഴിച്ച ഞണ്ടും കൂന്തളും കാടൊക്കെ ആയാലും നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ആളുകളൊക്കെ കണ്ടശാങ്കടവിൽ വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ തട്ടുകടയിലിരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫുഡുകളൊക്കെ നല്ല ബൾക്കായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് കഴിച്ചിട്ട് അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് പാർസലും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കണ്ടശാങ്കടവിലെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.